അസ്സലാമു അലൈക്കും. വേൾഡ് ഫേമസ് ആയിട്ടുള്ള അരീക്ക യമൻ ഡെസേർട്ട് സൗദി അറേബ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിന്റെ പരുവത്തിലാക്കണം. നന്നായി കുഴച്ചെടുത്ത ഈ മാവിനെ ഒരു ബോൾ ഷേപ്പിലാക്കി മാറ്റിയിട്ട് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അരമണിക്കൂറിന് ശേഷം ഈ ചപ്പാത്തി മാവ് 3 ബോൾസ് ആക്കി മാറ്റണം. ഇതിനെ 3 ചപ്പാത്തി ആക്കിയിട്ട് മാറ്റിയെടുക്കണം. അല്ലാതെ കനം കുറഞ്ഞതല്ല, അല്ലാതെ കട്ടിയിലുമല്ല, ദേ കാണുന്ന തിക്നെസ്സിൽ. ഈ ചപ്പാത്തി ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ 2 വശവും ഒന്ന് വേവിച്ചതിന് ശേഷം നെയ്യ് തടവി വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക. കരിഞ്ഞു പോകരുത്. ഈ രീതിയിൽ 3 ചപ്പാത്തിയും ചുട്ടെടുക്കുക. ഈ പറഞ്ഞ രീതിയിൽ 3 ചപ്പാത്തിയും ചുട്ടെടുത്തതിന് ശേഷം ഇതിനെ ചെറിയ പീസാക്കി മാറ്റിയെടുക്കണം. ചപ്പാത്തി പോലെ ഇതിലേക്ക് ആവശ്യമുള്ള മറ്റൊന്നാണ് ഈത്തപ്പഴം. ചപ്പാത്തി ഉണ്ടാക്കാൻ 200 ഗ്രാം മാവാണ് എടുത്തത് എങ്കിൽ 100 ഗ്രാം ഈത്തപ്പഴമാണ് ഇതിന് വേണ്ടത്. കഷണങ്ങളാക്കിയ ചപ്പാത്തി ഒരു ചോപ്പറിലോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയാൽ ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈത്തപ്പഴം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ ചപ്പാത്തിയും ഈത്തപ്പഴം നന്നായി മിക്സ് ആയതിനു ശേഷം ഇതൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി ഇത് ഒരു ബൗളിലേക്ക് സെറ്റാക്കി എടുക്കാം. 2 ആളുള്ള ചെറിയൊരു കുടുംബത്തിലേക്ക് ആവശ്യമായ അളവാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. ഈ ഗ്ലാസ് ട്രേയുടെ അടിയിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പാച്ചില കൊണ്ടോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും കൊണ്ടോ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിനു മുകളിലായിട്ട് കിസ്ത ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ടിൻ കിസ്ത മുഴുവനും ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ശേഷം ബാക്കി വന്ന നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച ഈത്തപ്പഴം ചപ്പാത്തി മിക്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് സ്പാച്ചില കൊണ്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് മുകളിലായിട്ട് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പോളം തേന് ഇതിൻ്റെ എല്ലാ വശത്തും എത്തത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക.
പിന്നെ ചെഡാർ ചീസ് ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കാഷ്യൂനട്ട് വറുത്തെടുത്തത് ഇതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കുക. യമൻ ഡെസേർട്ടായ സൗദി അറേബ്യൻ ബ്രേക്ക്ഫാസ്റ്റ് അരീക്ക റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിങ്ങനെ കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.